സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തെത്തി, ചൂടും അതികഠിനമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു, പ്രചരണവും അങ്ങനെ തന്നെ. ഓരോ കക്ഷികളും അവരവരുടെ വോട്ടുകൾ എവിടെ നിന്നൊക്കെ സ്വാംശീകരിക്കാൻ പറ്റുമോ അതെല്ലാം തങ്ങളുടെ പെട്ടിയിൽ വീഴ്ത്താൻ വേണ്ടി അവസാന പയറ്റും പൂഴിക്കടകൻ വരെ എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെയാണ്, ഈ സന്ദർഭത്തിലാണ് നമ്മുടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത കാലത്ത് വായ് മൂടിക്കെട്ടിയ, പത്രസമ്മേളനം നടത്തണ്ട എന്ന് പറഞ്ഞ് വായ് മൂടിക്കെട്ടിയ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ്റെ ഒരു പൂഴിക്കടകൻ കൂടി വന്നിരിക്കുന്നു. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വിവാദമായിരിക്കുന്ന ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതായത് SDPIയുടെ പിന്തുണയോടുകൂടിയാണോ അല്ലെങ്കിൽ അവരുടെ വോട്ട് മേടിച്ചുകൊണ്ടാണോ ഈ കുറി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കാൻ ഒരുങ്ങുന്നത്? SDPI വർഗീയ കക്ഷിയാണോ? അവരുടെ വോട്ടുകൾ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് MB ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന മട്ടിലുള്ള ഒരു മറുപടി പറഞ്ഞത്. കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടോ? കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സ്വഭാവമുള്ള പാർട്ടിയാണോ എന്ന് UDF ആദ്യം വ്യക്തമാക്കട്ടെ. ആ വ്യക്തമാക്കിയതിന് ശേഷം, അതായത് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണോ ഇല്ലയോ എന്നുള്ളത് UDF വ്യക്തമാക്കിയതിന് ശേഷം LDF SDPIയുടെ വോട്ട് സ്വീകരിക്കുമോ, SDPI വർഗീയ കക്ഷികളാണോ എന്നുള്ളത് ഞങ്ങൾ അപ്പോൾ വ്യക്തമാക്കാം എന്നാണ് MB ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെന്ന് പറയുന്ന, അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇത്രത്തോളം ബാലിശ്യമായ ഒരു മറുപടി കൊടുത്തത്. മതേതര നിലപാടുകൾ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവർ, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ പ്രസ്ഥാനം എന്ന് പറയുന്ന CPM ഇത്തരത്തിൽ തരം താഴ്ന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ, ആ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്രത്തോളം അപഹാസ്യമായ രീതിയിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ എന്താണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ സാറിന് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? ഒരു കാര്യത്തിൽ കേരളം ഒന്നാമതെന്നുള്ള ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ക്രിയേറ്റിംഗ് ഇഷ്യൂസ് ഔട്ട് ഓഫ് നോൺ ഇഷ്യൂസ്, അതിൽ വളരെ എക്സ്പേർട്ടാണ്. നമ്മളത് വളരെ റിസർച്ച് നടത്തി കണ്ടുപിടിക്കുന്ന പോലെയാണ് പ്രശ്നങ്ങളെ കണ്ടെത്തുന്നത്. ഇപ്പോൾ ഈ ഉടനെ SDPI കുറേ സംഘടനകളുടെ പേരുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, SDPI, PFI, ഇങ്ങനെ കുറേ സംഘടനകളുടെ പേര് പറയുക. ഈ സംഘടനകളുടെ നിലപാട്, ഏതെങ്കിലും കാലത്തൊരു നിലപാട് ഇന്നതാണെന്ന് പറയുക. ഈ സംഘടനകളുമായിട്ട് ആ നല്ല രീതിയിൽ യോജിച്ചും ചീത്ത രീതിയിൽ യോജിക്കുന്നതുമായിട്ട് വ്യത്യാസം പറയുക. കോൺഗ്രസ് ബന്ധപ്പെട്ടാൽ എന്ത് സംഭവിക്കും? CPM ബന്ധപ്പെട്ട, ഇപ്പം ചില ഒരിക്കലും പ്രസവിക്കാത്ത പെൺകുട്ടികൾ, ചില ആൾക്കാർ രണ്ടാമത്തെ കല്യാണത്തിന്, മൂന്നാമത്തെ കല്യാണത്തിന് പ്രസവിച്ച ചരിത്രമുണ്ട്. അതുപോലെ മതേതരത്വം എന്ന് പറയുന്ന CPM-മായി ബന്ധപ്പെട്ട പ്രസവിക്കുക, മതേതരത്വം അവിടെ നിലനിൽക്കും, വേറെ ഒന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടായെന്ന് വരും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇത്തരം സംഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് പകരം, ഞാൻ എന്നോട് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ, ഒരു ഗ്രൂപ്പിനെ അതിൻ്റെ പേര് നമ്മൾ അകറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. അവർ ഓരോ വിഷയത്തിലും ഓരോ സമയത്തും എന്ത് നിലപാടെടുക്കുന്നുള്ള പ്രധാനം. അവർ നാളെ ഇന്ന നിലപാടെടുത്തേക്കും എന്ന് പറഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ ചോദിച്ചത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനത്തിൻ്റെ മാർഗം, പാത ഉയർത്തി കാണിച്ചുകൊണ്ട് വോട്ട് തേടുന്ന ഇടതുപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന CPM, ഈ CPM എന്നും മതേതര നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്ന് പറയുമ്പോൾ, ഈ SDPI തീവ്രവാദ സംഘടനയാണ് എന്ന അവരുടെ പാർട്ടി രേഖകളിൽ തന്നെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടി രേഖകളിൽ തന്നെ SDPI തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ്, അവർ മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളാണ് എന്ന് നേരത്തെ പാർട്ടി തലത്തിലെടുത്ത തീരുമാനം ഇന്നത്തെ CPM-ൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിനെക്കുറിച്ച് ഒരു കൃത്യമായ നിലപാട് പറയാതെ വെള്ളത്തിൽ കിടക്കുന്ന ബ്രാലിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ വഴുതി മാറുന്നത് പോലെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വഴുതി മാറിയാൽ മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ UDF ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണോ എന്നുള്ളത് ആദ്യം പറയട്ടെ. അവർ ഈ 2026 ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് UDF സ്വീകരിക്കുമോ എന്നുള്ളത് വ്യക്തമാക്കിയാൽ CPM അപ്പോൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കാം എന്ന് MB ഗോവിന്ദൻ പറയുമ്പോൾ എത്രത്തോളം ബാലിശമായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണത്? ഈ CPM പോലുള്ള ഒരു രാഷ്ട്രീയ സംഘടനയുടെ നിലപാട് മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾ അവരുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഞങ്ങൾ വ്യക്തമാക്കാം എന്ന് പറയുന്നതാണോ?
അതിൻ്റെ ശരിയായ രീതി? അതാണോ അവരുടെ നയം? തെരഞ്ഞെടുപ്പിൽ അവരുടെ രീതി, നയം, നിലപാടുകൾ അതാണോ? ഇതാണ് എൻ്റെ സംശയം. CPM-ൻ്റെ മറുപടി SDP ആണെങ്കിലും PFI ആണെങ്കിലും CPM-ൻ്റെ മറുപടി ഇതാണ്: മോഡിഫൈബിൾ. CPM അവരെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അവരുടെ വർഗീയ എലിമെൻറ്റിനെ നള്ളിഫൈ ചെയ്ത് മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്നു. മറിച്ച് ഇപ്പുറം ആര് ശ്രമിക്കുന്നു? വർഗീയവൽക്കരിച്ച് നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ള ബ്ലൈൻഡായിട്ടുള്ള ഫസ്റ്റ് ആരാണ്. ഒരു ചെറിയ സംഭവം കൂടെ ഓർത്തുകൊണ്ട്, പഴയ കഥയും കൂടെ അല്ല സാറേ, അതിനിപ്പോൾ നാടൻ ഭാഷയിലൊരു ചൊല്ലുണ്ട്, ഞങ്ങളിട്ടാൽ കളസം നിങ്ങളിട്ടാൽ ബർമുട എന്ന് പറയുന്നൊരവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ വരുന്നത്. അല്ല, അതിലും രസമുള്ളൊരു കഥ. EMS-ൻ്റെ കാലത്ത് 1967 സപ്തകക്ഷി മുന്നണി ഉണ്ടാകുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ മതേതരത്വം, ഈ സാധനങ്ങളെല്ലാം സംരക്ഷിക്കാനായിട്ടുള്ള മുന്നണിയാണത്. അന്ന് മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടുന്നതിന്, അതാണ് മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടുകയും വർഗീയതയുടെ ഏറ്റവും പ്രകടമായ രൂപങ്ങൾ മലപ്പുറം ജില്ല വെള്ളിയാഴ്ച അവധി തുടങ്ങിയ കാര്യങ്ങളിൽ ലീഗ് നേടിയെടുക്കുകയും ചെയ്യുന്നപ്പോഴാണ് കോണിയിലൊന്ന് മുറുക്കി പിടിച്ചോളൂ. എന്നിട്ട് EMS സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എറണാകുളത്ത് പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനത്തിന് വരുന്നു. ഇപ്പോൾ ലീഗുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ അതിനെപ്പറ്റി ഒരു പത്രക്കാരൻ ചോദിച്ചു, ലീഗുമായിട്ട് എങ്ങനെയാണ് കൂട്ടുകൂടുന്നത്? വർഗീയ കക്ഷിയായി ലീഗുമായി, അത് വളരെ തന്ത്രപരമായ ചോദ്യമാണ്. വർഗീയ കക്ഷിയായി ലീഗുമായിട്ട് ഇടതുപക്ഷത്തിന് എങ്ങനെ കൂട്ടിച്ചേരാൻ പറ്റും? പിന്നെ ബുദ്ധിമാനെന്ന് നമ്മളൊക്കെ പറയുന്ന EMS പറഞ്ഞ മറുപടി, ഞങ്ങൾ അങ്ങനത്തെ കൂട്ടുചേരലല്ല, ലീഗും ഞങ്ങളുമായി അകന്നു നിൽക്കുന്നതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകന്നു നിൽക്കുന്നത്, കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവസരം മുസ്ലിംസിന് കിട്ടുന്നില്ല. ഞങ്ങളുമായി അടുത്ത് കഴിയുമ്പോൾ, ആ ലോജിക്കിപ്പോൾ പറയണം, ഞങ്ങളുമായി അടുത്ത് കഴിയുമ്പോൾ കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കുകയും ലീഗിലുള്ള മുസ്ലിങ്ങളൂടെ എങ്ങോട്ട് വരും? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇതേ സംഭവം തന്നെ, ഇതേ പത്രപ്രവർത്തനം, ഇതേ EMS തന്നെ 3-3.5 വർഷത്തിന് ശേഷം അതേ പ്രസ് ക്ലബ്ബിൽ, എറണാകുളം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനത്തിൽ ചോദിച്ചു, പണ്ട് അങ്ങ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ലീഗിലുള്ള മുസ്ലിങ്ങൾ, സാധാരണ മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം വരും തുടങ്ങി. പക്ഷേ ഫലത്തിൽ സംഭവിച്ചത് CPM-ലുണ്ടായിരുന്ന മുസ്ലിമും കൂടെ, മലപ്പുറം കോഴിക്കോട് ഭാഗത്തുണ്ടായിരുന്ന സാധാരണ മുസ്ലിങ്ങളും കൂടെ മുസ്ലിം ലീഗിലേക്ക് പോയി. നമുക്കെന്തിനാ 2 പാർട്ടി, ഇവിടെ ലീഗ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് പോകാൻ സംഭവിച്ചത്. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. കേരള രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റം അതാണ്. അങ്ങനെയാണ് മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി പഠിച്ച് അരച്ച് കുടിച്ച് പഠിച്ചിരിക്കുന്നവരാണ് ഇന്ന് പുതിയ തത്വശാസ്ത്രം പറയുന്നത്. എന്നാ അല്ല, ഓരോരോ അവസരങ്ങൾക്കൊത്ത് നിലപാടുകൾ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. എങ്ങനെയും 4 വോട്ട് കിട്ടണം. ഈ പ്രസംഗവും ആദർശങ്ങളൊക്കെ ഈ പ്രസംഗപീഠത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 4 പതിറ്റാണ്ട് കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ 4 പതിറ്റാണ്ട് കാലം ഇവർ തോളിൽ വെച്ചുകൊണ്ട് നടന്ന ആളുകളാണ് LDF, CPM. അപ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമി, അതായത് ലോകത്തുള്ള ന്യൂനപക്ഷ വർഗീയ സംഘടനകളിൽ തീവ്രവാദ സ്വഭാവം പുലർത്തുന്ന സംഘടനകളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ഇപ്പോൾ പിണറായി വിജയൻ പറയുമ്പോൾ 4 പതിറ്റാണ്ട് കാലം ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടന്നവർക്ക് അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ സ്വഭാവത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ SDPI തീവ്രവാദ സംഘടനയാണെന്ന് പാർട്ടി രേഖകളിൽ തന്നെ അകറ്റി നിർത്തേണ്ടവരാണ് എന്ന് പറഞ്ഞിരുന്ന CPM ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ തേടിയിട്ടുണ്ട്. അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാതെ UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം അവർ കൃത്യമായി നിലപാട് വ്യക്തമാക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണോ ഇല്ലയോ എന്നുള്ളത് അല്ല, അത് പറയാനോ ഡിമാൻഡ് ചെയ്യാനോ അവകാശം ഗോവിന്ദൻ എന്താന്നേ? അല്ലാന്ന് ഒരു പാർട്ടി, ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ നിലപാട് ചോദിക്കുമ്പോൾ താങ്കളുടെ നിലപാട് അറിഞ്ഞതിന് ശേഷം ഞാനത് വ്യക്തമാക്കാമെന്ന് പറയുമ്പോൾ എൻ്റെ വ്യക്തിത്വത്തിന് എന്താ പ്രസക്തിയുള്ളത്? ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള വിഷയമല്ലല്ലോ, ഒരു സംഘടനയുടെ ഒരു വിഷയമാണല്ലോ. കാരണം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യപരമായ രീതിയിൽ നയിക്കേണ്ട, അല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതുപോലുള്ള ബാലിശമായ പ്രസ്താവന നടത്തുമ്പോൾ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. അല്ല, ഇത്തരം പ്രസ്താവനകൾ, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കേരള ജനത ആകാംക്ഷയോടെ കാത്തിരുന്നുണ്ട്. VD സതീശനും പിണറായി വിജയനായിട്ടുള്ള സംവാദം കാത്തിരുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ സംവാദം കാത്തിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം? അല്ല, അതിനിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും, മുഖ്യമന്ത്രിയുടെ പാർശ്വവർത്തികളുടെ ഭാഗത്തു നിന്നും പുതിയ വിശദീകരണം വരുന്നത്, VD സതീശനെ ഒരു FB സംവാദത്തിനാണ് വിളിച്ചത്, നേർക്ക് നേരുള്ള സംവാദമല്ല. അപ്പോൾ കുറച്ചുകൂടി സൗകര്യമുണ്ട്. കാരണം FB സംവാദത്തിന് വിളിക്കുമ്പോൾ VD സതീശൻ പറയാനുള്ള കാര്യങ്ങൾ VD സതീശൻ FB-യിൽ ഒന്ന് പറയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിവിൻപടി അദ്ദേഹത്തിന് PR ടീം എഴുതി കൊടുക്കുന്ന മറുപടിയിൽ അതിൽ വന്നിരുന്ന് അദ്ദേഹം തിരിച്ച് പറയും. അത് ആക്റ്റീവ് ചർച്ചയില്ല, ആക്റ്റീവ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ നേർക്ക് നേരെ ഓരോ കാര്യങ്ങൾ പരസ്പരം പറയുന്നതിനുള്ള സംവദിക്കുക എന്ന് പറയുക,
അല്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടി ഒരാൾ ആദ്യം പറയുക, അതിനുശേഷം അത് കേട്ടതിന് ശേഷം മറ്റൊരാൾ എഴുതി കൊടുക്കുന്ന മറുപടി അതേ മാധ്യമത്തിൽ പിന്നീട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു സംവാദം എന്നെങ്ങനെ പറയാൻ സാധിക്കും? അല്ല, പിണറായി വിജയനെ അപ്പോൾ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ പിണറായി വിജയനെ കണ്ടുപിടിക്കണം. കേസൊക്കെ പെട്ടെന്ന് തീർത്തു പോകും. ഈ വാദങ്ങൾ അഡ്വക്കേറ്റുമാർ അവിടെ വന്ന് പറയുന്നതിന് പകരം എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോലെ രണ്ട് വക്കീലന്മാർ. അതിപ്പോൾ ഈ നിലവിലിപ്പോൾ UDF പറയുന്ന പോലെ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും പിണറായി വിജയൻ്റെ ഭരണം അവസാനിപ്പിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് UDF പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും 3.0 ആവർത്തിക്കുവാൻ വേണ്ടി പിണറായി വിജയനും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനുമെല്ലാം ഏത് ചെകുത്താൻ്റെയും വോട്ട് കിട്ടിയാൽ ഞങ്ങൾ വാങ്ങിക്കും എന്നുള്ള നിലപാടിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിലപാടുകളില്ലാതെ CPM വട്ടം ചുറ്റുന്ന കാഴ്ചയല്ലേ കാണാൻ കഴിയുന്നത്? അല്ല, നിലപാടില്ലാതായിട്ട് നാളെ കുറേയായി എന്നുള്ളത് മാത്രമല്ല, CPM-ന് ഏത് വിഷയത്തിലാണ് ഒരു പൊസിഷൻ എടുക്കാൻ പറ്റുന്നത്. ഇവിടെ കേരളത്തിലെടുക്കാമെന്ന് വെച്ചാൽ കേരളത്തിലെ DYFI പിള്ളേരെ സ്വല്പമൊക്കെ ബഹുമാനിക്കണം, പക്ഷെ അവരെ എതിർക്കുമെന്നുള്ള പേടിയുണ്ട്. അവരൊന്നും എതിർക്കില്ല എന്നുള്ള വേറൊരു കാര്യം. മറിച്ച് അതിനേക്കാൾ ഒരു വാക്ക് പറയണമെങ്കിൽ ആ വാക്കിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കാതെ പിണറായിക്ക് പറയാൻ പറ്റില്ല. അത് മോഡിയെ ഇഷ്ടപ്പെടുത്തുമോ ഇല്ലയോ, മോഡിക്ക് അപ്രിയമാകുമോ ആ വാക്ക്. അല്ല, രണ്ട് തരത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, മോദിക്ക് അപ്രിയകരമായ സത്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല. മറ്റൊന്ന്, ഈ കേരളം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദേശീയ തലത്തിൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാനും പാടില്ല. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചരണം നടത്താതെ അദ്ദേഹം മലേഷ്യയിലേക്കൊക്കെ പോയത്. അപ്പം ബംഗാളിലോ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അടുത്ത കോൺഗ്രസിന് BJPക്ക് എതിരായിട്ട് സംസാരിക്കേണ്ടി വരും. അത് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം. അല്ല, BJPക്ക് എതിരെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആ ഒരു വിഷയം മാത്രമല്ല, അപ്പോൾ BJPക്ക് എതിരെ സംസാരിക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായ നിലപാടുകൾ വ്യക്തമാക്കേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ MV ഗോവിന്ദനും പിണറായി വിജയനും നേരിടുന്ന ഒരു ധാർമ്മിക പ്രതിസന്ധി. അത് തന്നെയാണ് ഈ പ്രതിസന്ധി സാധാരണക്കാരായ കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ അവരുടെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തും. മെയ് മാസത്തിൽ TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ട ആ ദിവസം രാവിലെ ഒരു 9 മണിയോടുകൂടി നമുക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ചിത്രം കൃത്യമായിട്ട് വ്യക്തമാകും. കേരളം എങ്ങോട്ട് ഇടതിലേക്ക് പോകുമോ വലതിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശബ്ദം എന്ന് പറഞ്ഞാൽ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് HMV. എന്തായാലും നമുക്ക് അതുവരെ കാത്തിരിക്കാം.